ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ വഴി. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പേഴ്സണൽ മെസ്സേജസാണ് കൂടോത്രത്തെ പറ്റിയാണ്, അതായത് ബ്ലാക്ക് മാജിക്കിനെ പറ്റിയാണ്. ശരിക്കും കൂടോത്രം അല്ല, നമ്മൾ പറഞ്ഞ കൂടോത്രമായതാണ്. ശരിക്കും അത് കൂടപത്രം അല്ലെങ്കിൽ കൂടശാസ്ത്രമാണ്. നമ്മൾ പറഞ്ഞ് അത് കൂടോത്രമായി മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും കൂടോത്രം എന്ന് പറയുന്നത് താന്ത്രികത്തിൽ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളാണ് കൂടോത്രമായിരിക്കുന്നത്. നമുക്ക് നല്ലതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് മോശമായിട്ട് യൂസ് ചെയ്തപ്പോഴാണ് ഈ പറയുന്ന ആഭിചാരം അല്ലെങ്കിൽ കൂടോത്രമൊക്കെ ഉണ്ടായത്. ഈ കൂടോത്രം ഈ പറയുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അവർക്ക് ഈ കൂടോത്രം ഏറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൂടോത്രം ചിലപ്പോൾ ആളിനാവാൻ വെക്കുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ വസ്തുവിൽ കൊണ്ടുപോയി വെക്കും, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി വെക്കും. ഇത് എങ്ങനെ കണ്ടെത്താം അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഈ പറയുന്ന നിങ്ങൾക്ക് ഈ ബ്ലാക്ക് മാജിക് ഏറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഈ പറയുന്ന സംഭവം നമ്മളിലോട്ട് ഈ സാധനം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വയറ് എപ്പോഴും ഗ്യാസ്ട്രിക് ആയിട്ട് ബ്ലോട്ട് ചെയ്ത് നിൽക്കുന്നൊരു ഫീലിങ്സ് ഉണ്ടാവും. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മുടെ വയറ് വീർത്ത് പൊട്ടാറായി നിൽക്കുന്നൊരു സ്റ്റേജ് ഉണ്ടാവും. പിന്നെ ചിലവർക്ക് ഈ പറയുന്ന പോലെ നടുവേദന, സ്ഥായിയായിട്ട് നടുവേദന ഉണ്ടാവും. എത്ര മരുന്ന് കഴിച്ചാലും ഈ പറയുന്ന പോലെ ഗ്യാസ്ട്രിക് ട്രബിളും പോവില്ല, ഈ പറയുന്ന പോലെ നടുവേദനയും പോവില്ല. ചിലവരുടെ കണ്ണ് ചുരുങ്ങും. ചിലവർക്ക് പാദങ്ങൾ, അതായത് കാലുമ്മ ഈ പറയുന്ന നീര് കെട്ടിയൊരു ഫീലിംഗ് ഉണ്ടാവും, ഇൻഫ്ലമേഷൻ വന്നൊരു ഫീലിങ്സ് ഉണ്ടാവും. പെട്ടെന്നായിരിക്കുള്ളൂ, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നായിരിക്കുള്ളൂ സാധനങ്ങളൊക്കെ ചിലപ്പോൾ കയറി വരുന്നത്. ഈ പറയുന്ന നടുവേദനയൊക്കെ പയ്യായിരിക്കുമെങ്കിലും ഈ ഗ്യാസ്ട്രിക് ട്രബിൾ, ഈ പറയുന്ന കാലിന് ഇൻഫ്ലമേഷൻ എന്നൊക്കെ പറയുന്നത് പെട്ടെന്നായിരിക്കുള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബ്ലാക്ക് മാജിക് നിങ്ങളിൽ ഏറ്റിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിലാണ് ഇത് ഏറ്റിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു ശാന്തി സമാധാനം ഉണ്ടാവുമല്ലോ, അത് പോയി തുടങ്ങും. വീട്ടിൽ കലഹങ്ങളായി തുടങ്ങും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങളായി തുടങ്ങും. ഒരു കാര്യം ഉണ്ടാവില്ല, അതും പറഞ്ഞേക്കിരിക്കുള്ളൂ അടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നത്. അതേപോലെ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് പ്രയാസങ്ങൾ അനുഭവപ്പെടും നിങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളുണ്ട്. ഇനി നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കുള്ള പ്രശ്നം, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങും. ആ സമയത്ത് ഫാമിലിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതായിരിക്കുള്ള അവസ്ഥ. പിന്നെ ചിലവർക്ക് രാത്രി ബെഡ്റൂമിലുള്ള ഇൻറ്റിമസി വരെ നഷ്ടപ്പെടും ഈ പറയുന്ന സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അവൻ്റെ കൂടെ ഇരിക്കുന്ന നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ദുർമൂർത്തി ഇത് ചെയ്യാൻ സമ്മതിക്കില്ല എന്നേ പറയുള്ളൂ. കേൾക്കുമ്പോൾ ഭയങ്കര സില്ലിയായിട്ട് തോന്നും, പക്ഷേ അനുഭവിക്കുന്ന പലരും ഉണ്ട്. എന്താണെന്ന് പോലും അറിയാണ്ട് ദിക്ക് ദിറ്റി നടക്കുന്ന പലരും ഉണ്ട് ഇതിനകത്ത്. അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, സത്യമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന്. കാരണം എനിക്ക് അങ്ങനത്തെ കുറേ ഈ പറയുന്ന ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ എൻകൗണ്ടേഴ്സ് ഞാൻ നേരിടുന്നുണ്ട് ഈ പറയുന്ന പോലെ ആളുകളുടെ മീറ്റിങ്ങിൽ. അപ്പോൾ ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തത് ഈ പറയുന്ന ബ്ലാക്ക് മാജിക്കാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്ത് മാറ്റാൻ നോക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. ചിലതൊക്കെ ഞാൻ പറയുന്ന സിമ്പിൾ ട്രിക്സിലൂടെ പോകും, പക്ഷേ ചില വലിയ കർമ്മങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഏതെങ്കിലും പ്രോപ്പറായിട്ടുള്ളൊരു എനർജി ഹീലറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളെടുത്ത് മാറ്റാൻ നോക്കുക. സ്പെഷ്യലി അടിയുറപ്പിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, നല്ലൊരു എനർജി ഹീലറിൻ്റെ അടുത്ത് പോവുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുഷ്കാലം മുഴുവൻ അവിടെ ലോക്കായി കിടക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് നല്ല എനർജി ഹീലേഴ്സിൻ്റെ അടുത്തോട്ട് പോവുക. ഇനി നിങ്ങൾക്ക് ഈ സാധനം ഇതൊക്കെ ലക്ഷണങ്ങളാണ്. ഇനി ചില സമയങ്ങളിൽ നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ നമ്മുടെ കൈയിൻ്റെ തുമ്പത്ത് വന്നിട്ട് തട്ടിപ്പോവും. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ബ്ലാക്ക് മാജിക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നോർമലി നിങ്ങളുടെ ജാതകം എടുത്തിട്ട്, ഹിന്ദുസിനൊക്കെ ജാതകം ഉണ്ടാകും. ഇനി നിങ്ങൾ ഹിന്ദു അല്ല, ഇപ്പം മുസ്ലിംസ് ആണോ ക്രിസ്ത്യൻസ് ആണോ, അവർക്കാണെങ്കിൽ നിങ്ങൾ ജനിച്ച സമയം, ജനിച്ച ദിവസം, ജനിച്ച സ്ഥലം എന്നീ പറയുന്ന ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളൊരു ആസ്ട്രോളജിയുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഗ്രഹനില ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ഗ്രഹനിലയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറയുന്ന നല്ല സമയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ടും ഈ പറയുന്ന പോലെ മാനസികമായിട്ടും ഈ പറയുന്ന പോലെ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ദെൻ നിങ്ങൾ സംശയിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ബ്ലാക്ക് മാജിക് ആണ് എന്ന്. ഇത് ഞാൻ 100% ഇതാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന കൂടോത്രത്തെ പറ്റി അല്ലെങ്കിൽ കൂടോത്രത്തിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്താൽ വരുന്ന കാര്യങ്ങൾ. ഇതെങ്ങനെയാണ് വരുന്നത്, ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ആ വീഡിയോ കൂടി ഒന്ന് കാണുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ പറയുന്ന പോലെ ഈ നെഗറ്റിവിറ്റി എങ്ങനെ നമ്മളോട് വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇതെങ്ങനെ വരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ആരോടെങ്കിലും വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുക,
എസ്പെഷ്യലി നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആവും, അവരോടൊക്കെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കും. നമ്മളൊരു വാക്കായിരിക്കുള്ളൂ, ചിലപ്പോൾ ആ വാക്ക് അവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മുടെ 6-ാം തമ്പുരാനിൽ മോഹൻലാൽ പറഞ്ഞ പോലെ വാവിട്ട വാക്കും കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലെയാണ്. ചിലപ്പോൾ അത് അവർക്ക് ട്രിഗറാവും. ഇവരെന്ത് ചെയ്യും, തൊട്ടടുത്തുള്ളൊരു മാന്ത്രികൻ്റെ അടുത്തിട്ട് പോയിട്ട് നമ്മളെ മുടിപ്പിക്കാനുള്ള പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഉണ്ടാകും. പിന്നെ ചിലവർ ഈ പറയുന്ന പോലെ ചിലത് നമുക്ക് കൂടോത്രം എന്ന് പറഞ്ഞാൽ പല വിധങ്ങളുണ്ട്. ചിലത് ഈ പറയുന്ന പോലെ തകിടിനകത്തൊക്കെ ആക്കി എഴുതി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ആരും കാണാതെ നമ്മൾ കാണാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് ഒളിപ്പിച്ച് വെക്കും. ചിലവർ ഈ പറയുന്ന പോലെ കോഴിത്തലേനകത്തോ മുട്ടേനകത്തോ അല്ലെങ്കിൽ തകിടിനകത്തോ ഒക്കെ ആക്കിയിട്ട് നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും കുഴിച്ചിടും. നമ്മളിത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്കിത് അഫക്റ്റ് ചെയ്യും, നമ്മുടെ വീടിനെ ഇത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ചിലത് കൈവശം, നമ്മൾ പോലും അറിയാതെ നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈ പറയുന്ന രസക്കൂട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് തരും. ഓക്കെ, അതും നടക്കുന്നവരുണ്ട്. ചിലവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടിയ മണ്ണ്, നമ്മുടെ മുടി, നമ്മുടെ നഖം അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകൾ, ഇതൊക്കെ ഈ പറയുന്ന മാന്ത്രികൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് ചെയ്യാം. അത് നമ്മൾ തൊട പോലും ചെയ്യാവുന്ന കൂടോത്രങ്ങളുണ്ട്. പലതരം കൂടോത്രങ്ങളുണ്ട്. അതിനകത്ത് എത്രത്തോളം കാഠിന്യം കൂടുന്നു അത്രത്തോളം ഇതിനെ നീക്കാനുള്ള പ്രയാസവും കൂടുതലായിരിക്കുള്ളൂ. ഓക്കെ, ഇനി പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഈ പറയുന്ന കൂടോത്രം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് കൂടോത്രം ചെയ്തത് എന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റും എന്നേ ഞാൻ പറയുള്ളൂ. ഇത് എത്രത്തോളം വർക്ക് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ചെയ്യുന്ന നമ്മുടെ മൈൻഡും നമ്മൾ ഇത് ചെയ്യണം. കാരണം നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയി പോകും. ഇപ്പം സംഭവം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഔട്ടായി പോകും. ആ മൈൻഡ് കട്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന സിംറ്റംസ് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചിലർക്കൊക്കെ ഇത് കിട്ടും. ഈ പറയുന്ന ലക്ഷണങ്ങൾ, ഈ പറയുന്ന നമുക്കെതിരെ ഒരാൾ നമുക്ക് എതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ വരും. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കണ്ണ് തുടിക്കും. ഭയങ്കരമായിട്ട് കണ്ണ് തുടിക്കും. ചിലപ്പോൾ കൈയിൻ്റെ വിരലുകളായിരിക്കുള്ളൂ തുടിക്കുന്നത്. ഈ പറഞ്ഞ ആൾ ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഇവരുടെ മുഖത്തോട്ട് കണ്ണിലോട്ട് നോക്കി സംസാരിക്കാൻ നോക്കാനും പറ്റില്ല, നമ്മൾ താഴത്തോട്ട് നോക്കിപ്പോവും. പിന്നെ ചിലർക്ക് വെട്ടിപ്പൊളിയാണ് തലവേദന എടുക്കും. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടാൻ തോന്നുന്നൊരു ഫീലിംഗ് ആയിരിക്കുള്ളൂ അവരോട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ അടുത്തോട്ട് ഈ പറയുന്ന ആൾ അവരായിരിക്കുള്ളൂ നമുക്ക് കൂടോത്രം ചെയ്തിരിക്കുന്നത്. പിന്നെ ചില കൂടോത്രം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു വൃത്തികെട്ട സ്മെല്ല് അനുഭവിക്കാൻ പറ്റും. ഈ കൂടോത്രം ചെയ്ത ആൾക്ക് വൃത്തികെട്ട സ്മെല്ല് അനുഭവിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ വേറെ ആളോട് ചോദിക്കും, എടാ അവന് ഭയങ്കര മണമാണ്, അപ്പോൾ നിനക്ക് തോന്നുന്നുണ്ട് അവന് നല്ല മണമാണ്, നിനക്ക് തോന്നുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിലും ഈ പറയണ പോലെ അവൻ നമുക്കെതിരെ അല്ലെങ്കിൽ അവളോ നമുക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടാകും. കാരണം ഞാൻ അവൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ബോത്ത് ആർ ഈക്വൽ എന്നല്ലാണല്ലോ. ഈ പറയുന്ന കേസിലും ഇതൊക്കെ തന്നെയാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ പറയുന്ന അശാന്തി സാമൂഹികം മാറ്റാൻ പറ്റും. ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു സംശയമുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗിഫ്റ്റ് എന്തെങ്കിലും ഒരു സാധനം ഒരാൾ കൊണ്ടു തരുന്നു. ആ സാധനങ്ങൾ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരാളോട് തല്ലുപിടിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ശാന്തി സമാധാനമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ 4 മൂലയിലും ഒരു കുഴി ഒഴിക്കുക. ആ കുഴിനകത്തോട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടുപോയിടുക. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ മാവിൻ്റെ കമ്പ് കത്തിച്ച് കരിയാക്കിയത്, അതേപോലെ പ്ലാവിൻ്റെ കമ്പ് കത്തിച്ച് കരിയാക്കിയത്, ഇത് കൊണ്ടുപോയിടുക. അതിൻ്റെ ഒപ്പം ഒരു ഫുൾ നാരങ്ങ കൊണ്ടുപോയിടുക, ഒരു പിടി കല്ലുപ്പ്, പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ കുറച്ച് എള്ളെണ്ണ. പിന്നെ എള്ളെണ്ണ എന്ന് പറഞ്ഞത് നമ്മുടെ നല്ലെണ്ണ, അതേപോലെ പച്ചക്കർപ്പൂരം പൊടിച്ചിടുക. ഇത് പൊടിച്ചിടുന്ന സമയങ്ങളിൽ നമ്മൾ പരമാവധി പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃ ശിവായ അല്ലെങ്കിൽ ഓംകാരം ചൊല്ലുക. എന്നിട്ട് ഈ പറയുന്ന 4 സ്ഥലവും മൂടുക. എങ്കിൽ ഈ പറയുന്ന വീട് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. ഞാനൊരു പരിധി വരെ എന്ന് പറയുന്നത് എത്രത്തോളം കാഠിന്യമാണോ ഞാൻ പറഞ്ഞില്ലേ അത്രത്തോളം നീക്കാനുള്ള പ്രയാസം കൂടുതലായിരിക്കുള്ളൂ. അതേപോലെ വീടിൻ്റെ ഉള്ളിൽ കുന്തിരിക്കാൻ പോയിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നല്ല ചന്ദനത്തിരികളൊക്കെ പോയിക്കുക. വീടിൻ്റെ ഉള്ളിൽ ആ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ നോക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ. ഇനി ഇത് നിങ്ങളിലോട്ടാണ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് വൃത്തികെട്ട വായുനാറ്റം വരും. ഓക്കെ, അങ്ങനെയുള്ള ഈ പറയുന്ന നോർമൽ സിറ്റുവേഷനായാലും എല്ലാവർക്കും ഇങ്ങനെ പറയുന്ന ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ഉപ്പിട്ട് നാരങ്ങ കുടിക്കാൻ നോക്കുക. കാരണം കല്ലുപ്പിട്ടഞ്ഞ് കുടിക്കാൻ നോക്കണം കേട്ടോ. മാക്സിമം കല്ലുപ്പിട്ടഞ്ഞ് കുടിക്കാൻ നോക്കുക. കാരണം കല്ലുപ്പിനാണ് ഏറ്റവും കൂടുതൽ പവർ. സാധാരണ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന നോർമൽ പൗഡർ സോൾട്ടിനേക്കാളും പവർ കല്ലുപ്പിനാണ്.
നല്ല കല്ലുപ്പ് കിട്ടുമെങ്കിൽ ആ കല്ലുപ്പ് ഇട്ടിട്ട് നാരങ്ങ വെള്ളം എത്രത്തോളം കുടിക്കാൻ പറ്റുന്ന അത്രത്തോളം കുടിക്കാൻ നോക്കുക. ഓക്കെ, കാരണം നാരങ്ങയ്ക്കും ഉപ്പിനും ഇതിനെ നീക്കം ചെയ്യാനുള്ള കുറച്ച് കഴിവുകളുണ്ട്. കാരണം ഇതിലൂടെ മലമൂത്ര വിസർജനത്തിലൂടെ ഈ പറയുന്ന കൂടോത്രത്തിൻ്റെ ഇത് പോകും. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ചില മന്ത്രാസ്, എസ്പെഷ്യലി കുറച്ച് മന്ത്രാസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ ശിവൻ്റെ മന്ത്രമാണെങ്കിൽ അഘോര മന്ത്രമൊക്കെ ചൊല്ലുക, അല്ലെങ്കിൽ സുദർശന മന്ത്രമൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഗണ്യമായിട്ട് ഇതിൻ്റെ പവർ കുറയ്ക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എടുത്തിട്ട് കാലിൻ്റെ അടിയിൽ 30 മിനിറ്റ് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നോർമലി നിങ്ങൾ കുളിച്ച് കളയുന്ന പോലെ കുളിച്ച് കളയുക. ഇങ്ങനെ ചെയ്താലും ഈ പറയുന്ന നിങ്ങളുടെ ഉള്ളിൽ ആ നെഗറ്റിവിറ്റി പോകും. പിന്നെ നഗ്നപാതമായിട്ട് കല്ലും ഈ പറയുന്ന പോലെ മണ്ണിലോ കല്ലോ മണ്ണോ ഉള്ള സ്ഥലങ്ങളിലെ കൂടെ നടക്കുക ഒരു 5 മിനിറ്റെങ്കിലും. രാവിലത്തെ വെയിൽ കൊള്ളാൻ നോക്കുക മാക്സിമം. അതും ഉദിച്ചു വരുന്ന സൂര്യൻ്റെ വെയിൽ കൊള്ളാൻ പറ്റുമെങ്കിൽ ബെറ്റർ, എത്രയും ബെറ്റർ. കാരണം ഒരു 8 മണി 9 മണിക്കൊക്കെ പോയിട്ട് വെയിലുണ്ടാൽ ചിലപ്പോൾ കറുത്ത് കരിക്കട്ടേ പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ വെയിൽ കൊള്ളാൻ നോക്കുക. കാരണം ആ സൂര്യകിരണങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഹീലിംഗ് പവേഴ്സ് ഇരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ഇനി ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ്. അതായത് ഈ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് ഈ പാൽപ്പായസത്തിനകത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ണിയപ്പത്തിനകത്തോ ഇറച്ചിക്കറികളിനകത്തോട്ടൊക്കെ നമുക്ക് ഈ പറയുന്ന സാധനം തരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ചീഞ്ഞ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മധുരം കൂടിയ സാധനങ്ങളിലോട്ടോ അല്ലെങ്കിൽ മസാല കൂടിയ സാധനങ്ങളിലോട്ടോ വരുമ്പോൾ ഈ ടേസ്റ്റ് ന്യൂട്രലായി പോകും. അപ്പോൾ നമുക്ക് പോലും അറിയാണ്ട് നമ്മുടെ വയറ്റിലോട്ട് സാധനം എത്തിപ്പെടും. അതുകൊണ്ടാണ് പലരും ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള മധുരമുള്ള ഉണ്ണിയപ്പമോ അല്ലെങ്കിൽ പായസങ്ങളിലോ ചേർത്ത് ഈ സാധനം തരുന്നത്, അല്ലെങ്കിൽ ഇറച്ചിക്കറികളിലോ മസാലക്കറികളിലോ, അല്ലെങ്കിൽ ചില കേസുകളിലാണെങ്കിൽ പുളിശ്ശേരിനകത്തോ ഒളിശ്ശേരിനകത്തോ ഒക്കെ കൊണ്ടു തരുന്നത്, അല്ലെങ്കിൽ ചിലർ അച്ചാറിലൊക്കെ തരുന്നുണ്ട്. പരമാവധി നമുക്ക് ശത്രുതയുള്ളവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് പരമാവധി നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ നോക്കുക. അവിടെ നിന്ന് സാധനം എടുത്തുകൊണ്ട് വരാണ്ടിരിക്കാൻ നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന പരിപാടികൾ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന പുസ്തകം തുറന്നൊരു പുസ്തകമാക്കാണ്ടിരിക്കാൻ നോക്കുക. പരമാവധി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യുക. നമുക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ബെൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ആന ഉണ്ടാവും, ചേന ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയെന്നേ. നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ ഷോ ഓഫ് കാണിക്കാൻ പോകുമ്പോഴാണ് ഇവൻ്റെ ഷോ ഓഫ് എന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കുള്ള ഈ പറഞ്ഞ അസൂയ വരുമ്പോഴാണ് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കൂടപത്രം അല്ലെങ്കിൽ കൂടശാസ്ത്രത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ ഈ പറയുന്ന റെമഡീസിൽ നിന്ന് മാറുന്ന ഞാൻ 100% ഗ്യാരണ്ടി കൊടുക്കാത്ത കാര്യം എന്ന് പറയുന്നത് ചിലതൊക്കെ നല്ല കർമ്മങ്ങളായിരിക്കും കിട്ടുന്നത്. അത് അവർ പോലും അറിയണ്ടാവില്ല. അവനെ ജസ്റ്റ് ഒന്ന് ഇരുത്തണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിലരുടെ ജീവിതം തന്നെ വെച്ച് കളിയാടുന്നവരും ഉണ്ട് ചില മന്ത്രവാദികൾ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടും ചെയ്ത് നോക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്.